അധപ്പതനം എന്ന് കേട്ടിട്ടുണ്ടോ? അധപ്പതനം. ആദർശങ്ങളോ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നോ ഇല്ലാതെ വോട്ട് കിട്ടുക, അധികാരത്തിലെത്തുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അധപ്പതനം. അതാണ് SFI ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. SFI കാണിക്കുന്നതാണ് കഫിയ അണിഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളെ വിജയിച്ച കുട്ടികളാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും കഫി അണിയുന്നു. എന്തിനാണ് കഫി അണിയുന്നത്? അതായത് പലസ്തീൻ എന്ന് പറഞ്ഞൊരു നാടുണ്ട്. ആ നാട്ടിന് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടന്നു. പാവങ്ങളെ നാടാണ്, അവിടെ ആരും ഇല്ല, എല്ലാവരും ഇങ്ങനെ കടന്നു ഉറങ്ങുമ്പോൾ ഇസ്രായേൽ ഡെയിലി അവർ ഉപദ്രവം. അങ്ങനെ ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. SFIയുടെ വലിയൊരു തൊലിഞ്ഞ ഡയലോഗുണ്ട്. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും. പടർന്ന് 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 ഒരുമാതിരി ചൊറിയും ചിരങ്ങും കണക്കും ആയിട്ടുണ്ട് SFIയിലെ പിള്ളേരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രത്യേക തരമുണ്ട്. നിങ്ങൾ ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, പ്രത്യേക മതക്കാർക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം ചൊറിച്ചിലാണ്. എന്തായാലും ഞാൻ SFIക്കാരോട് ചോദിക്കുന്നു, എവിടെയോ കിടക്കുന്ന പലസ്തീനിൽ, ഇവരുടെ ഏതമ്മാച്ചനാണ് പാലസ്തീനുള്ളതെന്ന് അറിയില്ല, എന്നാലും ആ പാലസ്തീന് വേണ്ടിയിട്ട് കഫി അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ പഹൽഗാമിൽ മുണ്ടുപൊക്കി നോക്കി ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തി ഹിന്ദുക്കളായ പുരുഷന്മാരെ കൊന്ന് അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയ അതിക്രൂരമായ തീവ്രവാദ ആക്രമണം, ഒരു വംശഹത്യയാണ് അതും. കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു എന്ന വംശത്തെ മാത്രം നോക്കിയാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കൊരു ഐക്യദാർഢ്യം എന്നോണം എല്ലാവരും സിന്ദൂരം അണിഞ്ഞോ തിലകക്കുറി അണിഞ്ഞോ ഒന്ന് പ്രതികരിക്കാവോ? ഇത് ഒരു ചലഞ്ച്. നട്ടലുള്ള ആണുങ്ങളുണ്ടെങ്കിൽ പോട്ടെ, പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് നിങ്ങളുടെ SFI നേതൃത്വത്തോട് പറയാം, ഓപ്പറേഷൻ സിന്ദൂറിന് നമുക്കൊരു ഐക്യദാർഢ്യം കൊടുത്ത് നമുക്ക് എല്ലാവർക്കും തിലകക്കുറി അണിഞ്ഞ് നിൽക്കണം. സിന്ദൂരം നെറ്റിയിൽ സീമന്തരേഖയിൽ അണിയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ വേറൊരെണ്ണമുണ്ട്, ഈ ബൊക്കോ ഹറാം തീവ്രവാദികൾ ആഫ്രിക്കയിൽ നിന്നുള്ള മൊത്തം ക്രിസ്ത്യാനികളെ തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി മൊത്തം ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടി കുരിശിന്റെ വഴി എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരെണ്ണം, അതല്ലെങ്കിൽ കുരിശണിഞ്ഞൊരു ഷാൾ അണിയിക്കുന്നു. പിന്നെ വേണമെങ്കിൽ ചാർലി ഹെബ്ദോയുടെ ഒരു മുഹമ്മദിനെ കാണിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ വരച്ചിരുന്നു. ആ വരച്ചതിന് അതൊരാളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ കൊടിയിൽ സ്വാതന്ത്ര്യം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അയാൾ അത് ചെയ്തു, വിമർശനം ചെയ്തു, വിമർശനത്തിന് അതീതനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അധ്യാപകന്റെ കഴുത്തറുത്ത് വന്നു. അപ്പോൾ നിങ്ങൾ അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ കാർട്ടൂൺ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ ഒരു വലിയ ബാനർ അടിച്ചിട്ട്, നിങ്ങൾ അത്ര തൻ്റെയുടെ ഉണ്ടെങ്കിൽ മതി, നട്ടലുണ്ടെങ്കിൽ മതി, നഗ്നയായ സരസ്വതി ദേവിയുടെ ചിത്രം വെക്കാൻ ഒരു മടിയും കാണിക്കാതെ നട്ടലുള്ളവരാണെന്ന് നിങ്ങൾ സ്വയം പറയുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മതി. നിങ്ങൾക്ക് അത്ര ധൈര്യം വരൂല. നിങ്ങൾക്ക് ആകപ്പാടെ പറ്റുന്നത് ഒരു 10-100 പേര് കൂടി ചേർന്ന് ഒരു 20-25 KSUവിന്റെ പിള്ളേരെ തല്ലിക്കൊല്ലുക, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് ഈ ബാക്കി ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ടൊക്കെ കാണുമ്പോൾ കാല് രണ്ടും കൂട്ടിയിടിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ കാർട്ടൂൺ പ്രദർശിപ്പിക്കുക. എന്നിട്ട് നിങ്ങളെ മറ്റേ കൊണയടി ഉണ്ടല്ലോ, നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു എന്നുള്ള കൊണയടി, അത് കഴിഞ്ഞു പറയാം.